എൻ്റെ എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടി മണിമല കൂടി ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇത് ഇപ്പോൾ ശ്രീമതി കസ്തൂരി പറഞ്ഞ പോലെ ഇത് നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടതാണോ? ഇത് അനാവശ്യമായൊരു പ്രചരണം ഈ സിനിമയ്ക്ക് ഈ ട്രോളുകൾ വഴി കിട്ടിയോ? ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണോ ചെയ്തത്? ഫലത്തിൽ എതിർക്കാൻ ശ്രമിച്ചവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണോ ഉണ്ടായത്? അല്ലല്ലോ, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് കേരളത്തിനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അത് എത്രയോ നാളുകളെ നടക്കുന്ന ഒരു കാര്യമാണ്. അവരേതെല്ലാം രീതി നോക്കിയിട്ടും കേരളത്തിനെ ഒന്ന് കയ്യിൽ പിടിയിൽ ഒതുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതാണ് കേരളത്തിലെ സാംസ്കാരിക തനിമ. പ്രബുദ്ധരായ മലയാളികള് ഇതൊന്നും കണ്ട് വിരണ്ടു പോകത്തൊന്നുമില്ല. അവർക്ക് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാക്കി അത് മറ്റുള്ള ഭാഷകളിൽ കാണിക്കാമായിരിക്കും. കേരളം ഇങ്ങനെയാണ്, മോശമാണ്, ഇവിടെ ഈ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേരളത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ കേരളീയർക്ക് ഇതൊന്നും സംഭവിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം മലയാളികൾ അറിയുന്നത് കൊണ്ട് മലയാളികൾക്കും അറിയാം നമുക്ക് ശത്രുക്കൾ ഏറെയാണെന്ന്. അതുകൊണ്ട് മലയാളികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതുപോലുള്ള കാര്യങ്ങളെ സാംസ്കാരിക തനിമയോടെ എതിർക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ചർച്ച എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാനും ഈ കാര്യം അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ ഈ ചർച്ച കാണുമ്പോൾ ഞാൻ അറിയുന്നത് ഈ സാധനം പിന്നെ ഈ അടുത്ത വേഷം അവർ തയ്യാറാക്കി കൊണ്ടുവരുന്നുണ്ടെന്നുള്ള കാര്യം. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കേരളത്തിലെ നമ്മൾ എന്തെല്ലാം കണ്ടു. ആദ്യത്തെ സിനിമ ഇറങ്ങിയ കാലത്ത് വിഗതകുമാരൻ ഇറക്കിയ സമയത്ത് അവിടെ ആ സിനിമയിൽ അഭിനയിച്ച ഒരു ദളിത് യുവതിയാണെന്ന് പറഞ്ഞിട്ട് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കുക, തിയേറ്റർ കത്തിക്കുകയും ചെയ്ത ചരിത്രമുള്ള കാര്യമല്ലേ മലയാളത്തിലുള്ളത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? കേരളം മുന്നോട്ടല്ലേ പോയുള്ളൂ. കേരളത്തിന്റെ ശത്രുക്കളാണ് കേരള സ്റ്റോറി ഉണ്ടാക്കുന്നത്. അത് കേരള സ്റ്റോറി അല്ല, കേരളത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റോറിയാണെന്നും അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നും അതുകൊണ്ടൊന്നും കേരളീയർ അവരുടെ വിലയിലൊന്നും വീഴത്തില്ലെന്നും കേരളം മുന്നോട്ട് പോകുന്നു, കേരളത്തിനെ അവർക്ക് ഒരിക്കലും അടിമപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ബോധം അവർക്ക് ഇനി ഉണ്ടായി തീരുക എന്നുള്ളതാണ് കാര്യം. അതിന് മലയാളികളല്ല, ഇപ്പൊ പറഞ്ഞ സഹോദരിമാരുൾപ്പെടെയുള്ള മലയാളികള് ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഒരു കേരള സ്റ്റോറിയും വിലപ്പോകത്തില്ല. അതാണ് കാര്യം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ എന്നോടൊപ്പം റിയാസ് കൂടി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. റിയാസ്, ഇത്തരം സിനിമകളെ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് കൃഷ്ണൻകുട്ടി മണിമല എന്നോട് പറയുന്നു. അതേസമയം മറ്റു ചിലർ പറയുന്നത് ശ്രദ്ധിക്കാതെ വിട്ടിരുന്നെങ്കിൽ അത് അങ്ങനെ അശ്രദ്ധമായി പോയേനെന്ന്. ശ്രീ റിയാസ് ഇതിൽ എവിടെ നിൽക്കുന്നു? ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ലേ പ്രാധാന്യം. ഇതിന്റെ വസ്തുതയൊക്കെ അറിയാലോ. ന്യൂസ് 18 എന്ന് പറഞ്ഞൊരു ചാനല് ഈ ഇങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോ തന്നെ അറിയാലോ. ന്യൂസ് 18 ചെറിയൊരു ഇതുണ്ടാവുമല്ലോ. ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനല് ഏത് റൂട്ടിലെ സഞ്ചരിക്കണം എന്ന് ഇവിടുത്തെ സാധാരണക്കാരന്റെ എല്ലാവർക്കും അറിയാം. ഇല്ലേ? ഗാന്ധി ജയന്തിയുടെ അന്ന് ബിഗ് ബോസ് ചർച്ച ചെയ്ത ചാനലാ ന്യൂസ് 18. അറിയാലോ. അപ്പൊ എന്താണ് ന്യൂസ് 18 ഒരു ഗാന്ധി ജയന്തി എന്നൊക്കെ പറയാം. ഗാന്ധിനെ പോലും അന്നത്തെ ദിവസം വാഴ്ത്തിപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാത്ത ആൾക്കാർ, നിങ്ങൾ അന്ന് ബിഗ് ബോസ് ചർച്ച ചെയ്ത ആൾക്കാരാണ്. പിന്നെ ന്യൂസ് 18 ഒക്കെ ചാനലിലും ധർമ്മബോധമൊന്നും ഞാനിപ്പോ വിലയിരുത്തുന്നില്ല. കാരണം ജനങ്ങൾക്ക് അറിയാം, നന്നായിട്ട് അറിയാം ന്യൂസ് 18. അതുകൊണ്ടാണ് ന്യൂസ് 18 ഏതെങ്കിലും ലെവലിൽ എത്തിയത്. പിന്നെ സുഹൃത്തെ, ഞാൻ വിളിച്ചത് നിങ്ങളുടെ ഫോണിലേക്കാണ്, അല്ല നിങ്ങളുടെ ഫോണിലേക്കാണ് ഞാൻ പറയാൻ വേണ്ടി വിളിച്ചത്. അല്ല, നിങ്ങൾ പറയുമ്പോൾ അത് എന്നെ കുറിച്ച് പറയുമ്പോൾ എനിക്കതിന് മറുപടി പറയാനുള്ള ഒരു അവകാശമില്ല. നിങ്ങൾ പറയുന്നല്ലോ എന്റെ ജോലി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്യാമറയൊക്കെ തുറന്നു വെച്ച് അങ്ങയുടെ വോയിസ് അങ്ങ് കൊടുത്താൽ പോരെ? ഞാനിവിടെ നിൽക്കുന്നത് അത് ഞങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനാണ്. അതായത് അങ്ങ് ഇത്രയും മോശപ്പെട്ട ഈ ചാനൽ ഇരുന്ന് കാണുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഇത്രയും വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അങ്ങ് ഇത് കാണുന്നുണ്ടല്ലോ. അയ്യോ, പിന്നെ അല്ലാതെ അങ്ങക്ക് എന്തെങ്കിലും പറയാൻ ഒരു അവസരം കിട്ടുന്നതിന് അങ്ങ് മറ്റൊരു ചാനലിലേക്ക് വിളിച്ചില്ലല്ലോ, ന്യൂസ് 18 വിളിച്ചത്. അങ്ങനെ കേരളത്തിൽ നൂറുകണക്കിന് മനുഷ്യർക്ക് അവരുടെ അഭിപ്രായം പങ്കുവെക്കാൻ കഴിയുന്ന ഒരു ഉത്തമ മാധ്യമമായി ഈ ന്യൂസ് 18 ആയതുകൊണ്ടാണല്ലോ അങ്ങ് വിളിച്ചത്, അല്ലേ? ഗാന്ധി ജയന്തി ദിവസം ഗാന്ധിജിയെ പറ്റി ഒട്ടനവധി കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 അന്ന് സംപ്രേഷണം നടത്തിയത്. പക്ഷെ അന്നത്തെ ദിവസം നടക്കുന്ന അന്നത്തെ ദിവസമല്ല ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്ത്. ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകാം. ബിഗ് ബോസ് മലയാളിയെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്ന വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാകാം. അത് നൂറുകണക്കിന് മലയാളികൾ കണ്ട അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.